ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ കൾച്ചറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് കൂടുതലും ഔട്ടേഴ്സിനായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കുക. കാരണം നമ്മൾ ജർമ്മനിയിൽ വരുമ്പോൾ ഇവിടെ ജർമ്മൻസിൻ്റെ കൾച്ചർ അറിയാലോ, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൾച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ജർമ്മൻസിൻ്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ജർമ്മൻസിൻ്റെ കൂടെ നിങ്ങൾ ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ചുമ്മാ ഇരുന്നപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഓർത്തു. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് പങ്ക്ച്വാലിറ്റിയെ പറ്റിയിട്ടാണ്. ഇവർക്ക് ഭയങ്കര എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠതയെ പറ്റിയിട്ട് ഇവർക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ് ആ ഒരു കാര്യത്തിൽ. കാരണം നമ്മൾ ഒരു മിനിറ്റ് പോലും ലേറ്റായി അവർ ക്ഷമിക്കത്തില്ല. നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്ത പോലെയാണ് അവർ അത് കാണുക. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവരിവിടെ എല്ലാ കാര്യത്തിനും കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവില്ല. കറക്റ്റ് ടൈമിങ്ങിനായിരിക്കും ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വർഷം തുടങ്ങുമ്പോൾ വർഷം അവസാനിക്കുന്നത് വരെയുള്ള പ്ലാനിങ്സ് ഇവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് എൻ്റെ ഹോസ്റ്റ് ഫാമിലിയിൽ ഞാൻ കണ്ടതാണ്. അവരുടെ ഇപ്പം നമ്മളിപ്പോൾ പറയാണ്, ഇപ്പം നാളെ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറയുമ്പോൾ അവർ ആദ്യം കലണ്ടറിൽ നോക്കും ആ ദിവസം അവർ ഫ്രീ ആണോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് അവർ ആ ഒരു വർഷത്തെ ഫുൾ പ്ലാനിങ് അവർ ഓൾറെഡി കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസം എവിടെയൊക്കെ പോകണം, എത്ര സമയം, ഏത് സമയത്താണ് പോകേണ്ടത്, എന്തൊക്കെ ചെയ്യണം, ആ വർഷം തീരുന്ന വരെയുള്ള പ്ലാനിങ് അവർക്കുണ്ട്. അപ്പോൾ അതെല്ലാം അവർ കറക്റ്റ് സമയത്ത് ചെയ്യുകയും ചെയ്യും. എല്ലാവരും കറക്റ്റ് സമയത്തായിരിക്കും ചെയ്യുന്നത്. നമ്മളെപ്പോലെ അല്ല, ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് പോകണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി രാവിലെ എണീക്കുമ്പോഴേ ഇവർ പുറത്ത് പോകാൻ നമ്മളിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് ഇവർ ഓൾറെഡി രാവിലെ എണീക്കുന്നത്. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പം അങ്ങനെ പറയും, പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ റെഡി ആയിട്ട് പോകണം. അപ്പം ഞാനതൊക്കെ ഇപ്പം ശീലിച്ചു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവർ നിന്ന് നിപ്പിലൊക്കെ പറയും. അപ്പോൾ ഇവർ പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടത് ഫീൽ. ഒന്നെങ്കിൽ നമ്മൾ വരുന്നില്ല എന്ന് പറയണം, ഇല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അവരുടെ കൂടെ നമ്മൾ ഇറങ്ങണം. അല്ലെങ്കിൽ അവർക്ക് നല്ല ദേഷ്യം വരും. ഇവർക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണത്. അപ്പം പങ്ക്ച്വാലിറ്റിയാണ് ആദ്യം നമ്മൾ ജർമ്മനിയിലോട്ട് വരുവാണെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാര്യമാണ് പേഴ്സണൽ സ്പേസ്, പ്രൈവസിക്ക്. അതായത് ഇവിടെ നമുക്ക് എന്താ പറയുക, തോന്നിയ പോലെ റൂമിൽ ആരോട് ചോദിക്കാതെ ഇടിച്ചു കയറി പോവുക, അല്ലെങ്കിൽ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളല്ലാത്ത കുറച്ച് നോയ്സ് ബാക്കിൽ കേൾക്കുന്നുണ്ടാവും. അത് എൻ്റെ വീട്ടിൽ എവിടെയുള്ള കുട്ടിയാണ് കേട്ടോ, അതിനെ ഞാൻ ബാക്കിൽ കിടത്തിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, തോന്നിയ പോലെ ഇടിച്ചു കയറി പോവുക, പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക, അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്കാണെങ്കിൽ ഇഷ്ടപ്പെടില്ല, എന്നാലും അവരിതിൽ കുറച്ച് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെങ്കിലോ ഫാമിലി സ്വന്തം അപ്പനെ അമ്മേനെ കാണാനാണെങ്കിലും പോലും നമ്മൾ ചുമ്മാ ഇടിച്ച് കയറി പോവും. ഇവിടെ അങ്ങനെയല്ല. സ്വന്തം അപ്പനെ അമ്മേനെ കാണാനാണെങ്കിലും സ്വന്തം മോനെ കാണാനാണെങ്കിൽ പോലും അവർ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങോട്ട് വരുള്ളൂ. അല്ലാതെ ഇടിച്ച് കയറി വരില്ല. കാരണം അവർ ഭയങ്കര ഈ പേഴ്സണൽ സ്പേസ്, പ്രൈവസിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ. അവരത് വിളിച്ച് അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ അവർ വരുള്ളൂ. അല്ലാതെ ഇടിച്ച് കയറി ഒരിക്കലും വരില്ല. അപ്പം അത് നമ്മൾ പഠിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഒരു കൾച്ചറാണത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇപ്പം എന്താ പറയുക, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് അവരോട് ആദ്യമേ അങ്ങ് തുറന്ന് പറഞ്ഞേക്കണം. അല്ലാതെ വളച്ച് കെട്ടി അങ്ങനെയൊന്നും പറയുന്നവർക്ക് ഇഷ്ടമല്ല. എന്തുണ്ടെങ്കിലും നമുക്കിപ്പോൾ പറ്റില്ല എന്നാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും ഇഷ്ടക്കേടാണെങ്കിലും എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞേക്കണം പറ്റില്ല എന്നുള്ളത് ആദ്യമേ പറയണം. അല്ലാതെ നമ്മളത് പറയാൻ ബുദ്ധിമുട്ടായിട്ട് പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ വളച്ച് കെട്ടിയ കാര്യം പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കണം. അതവർക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ പറയാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് വർക്ക്സിലൊക്കെ നമ്മൾ അവരതിലും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കൊന്ന് കൂടുതൽ ഔട്ടേഴ്സിനായിരിക്കും കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ, ജർമ്മൻസിൻ്റെ കൂടെ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ചിട്ടകളും കാര്യങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും, ഒരു സാധനം വെക്കുന്നതാണെങ്കിലും, എന്തും ആയിക്കോട്ടെ, അതെന്താണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പം അവരുടെ എങ്ങനെയാണോ അവർ ആ ഹൗസ് ഹോൾഡ് വർക്ക്സും കാര്യങ്ങളും, അവർ ആ വീടിനെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യമേ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതേപോലെ അങ്ങ് ചെയ്തേക്കുക. ഒരു സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവരുടെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് നോക്കണം. അത് അവർക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യം. ഒരു വട്ടം പോലും ചെയ്ത് കഴിഞ്ഞാൽ അവരത് ക്ഷമിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പം അത് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ജർമ്മൻസിനെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നിൽക്കാൻ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ്, ഇവിടുത്തെ ജർമ്മൻ റൂൾസ് അവരത് ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ട്രാഫിക് റൂൾസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഞാനിവിടെ കാർ ഓടിച്ചിട്ടാണ് എൻ്റെ ക്ലാസ്സിന് പോകുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാർ ഓടിച്ച് പോവാണ്. അപ്പോൾ പൊക്കോണ്ടിരിക്കുമ്പം റോഡിൽ രണ്ടുപേരും നടന്നു പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ ചെയ്യുക, ഹോൺ അടിച്ച് വെറുപ്പിച്ചിട്ട് അവർ ആ റോട്ടിൽ നിന്ന് ഇറക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ. ചിലപ്പോൾ ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെയാണ് പോവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ വഴിയിൽ കൂടെ രണ്ടാൾക്കാരെ നടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഹോണൊന്നും അടിക്കാൻ പാടില്ല. നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി വണ്ടി നൈസിൽ ഓടിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. അപ്പം ഇവർ റൂൾസൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ എല്ലായിടത്തും ഇടിച്ച് കയറി പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിടുമ്പോൾ ഒരു ഗ്യാപ്പിൽ അതിൻ്റെ ഇടയിൽ കൂടെ കാർ എടുത്ത് കൊണ്ടുപോകുക, അതൊന്നും ഇവിടെ നടക്കുന്ന പരിപാടിയല്ല. അതും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതൊക്കെ നല്ല ഫൈന് കിട്ടും. ചെറിയ ഫൈനൊന്നുമല്ല, നല്ല ഫൈൻ എഴുതി കിട്ടും. അതും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലൊക്കെ ഒരു 10 മണിക്ക് ശേഷം ഒച്ചയും ബഹളവും ഒന്നും അയൽവക്കക്കാരൊന്നും ഉണ്ടാക്കില്ല. അതും ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഉണ്ടല്ലോ ജർമ്മനിയിൽ, അതൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ജർമ്മൻസിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. അത് നമ്മൾ അതേപോലെ ചെയ്തില്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല ഗൈസ്. പിന്നെ 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിള്ളേരെയൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. എനിക്ക് തോന്നുന്നു ഒരു ഏജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ 12ാം വയസ്സിൽ വരെ പിള്ളേർക്ക് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ അതൊക്കെ വീട്ടിൽ അവർക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അങ്ങ് സ്നേഹിച്ച് അങ്ങ് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒന്നും അവരുടെ കാര്യത്തിൽ അങ്ങ് ഇടപെടത്തില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം. അതറിയാമല്ലോ, ഇവിടെ ഓൾറെഡി അങ്ങനെയാണ് ജർമ്മനിയിൽ. അവർ പിള്ളേരെ വളർത്തുന്നത് പോലും അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോവും. ആ ഒരു രീതിയിൽ അവർ പിള്ളേരെ വളർത്തുന്നത്. അതുകൊണ്ട് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫ്രീഡമാണ്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ പിള്ളേരെ വളർത്തുന്നത്. അതും ഈ ജർമ്മൻസിൻ്റെ ഒരു കൾച്ചറാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മാനേഴ്സ്, അതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഇവിടെ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരാളൊരു കോഫി തന്നാലും അതിപ്പം സ്വന്തം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പിള്ളേരാണെങ്കിലും അവർ നമുക്ക് എന്ത് തന്നാലും താങ്ക് യു പറയണം. ഇവിടെ അങ്ങനെ എനിക്കൊന്നും ഒരു ദിവസം ഒരു 10-20 വട്ടമെങ്കിലും ആൾക്കാർ താങ്ക് യു സോറി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. എൻഷുൾഡിഗും താങ്ക് യു ഷോൺ എന്നൊക്കെ പറഞ്ഞിട്ട് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ പോലും അവർ 24 മണിക്കൂറും താങ്ക് യു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മാനേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ അതാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറയാനാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാനാണെങ്കിലും അതവർക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്തൊരു ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു സാധനം ചുമ്മാ അങ്ങനെ എടുത്ത് വെച്ചാൽ പോലും അവർ താങ്ക് യു പറയും, സോറി പറയും. അതവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ എത്ര പേര് പറയും എന്നെനിക്കറിയില്ല. ഇപ്പം ഫുഡൊക്കെ കുക്ക് ചെയ്ത് അമ്മ നമുക്ക് കൊണ്ടു തരുമ്പം നമ്മൾ അമ്മയോട് താങ്ക് യു പറയാറുണ്ടോ? പറയുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും 24 മണിക്കൂർ ഒരു ദിവസം 3 വട്ടവും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെന്ത് ചെയ്ത് തന്നാലും അവരെപ്പോഴും താങ്ക് യു സോറി എല്ലാം പറയും. ചെറിയ കുട്ടികളുടെ അടുത്താണെങ്കിലും പറയും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ടേബിൾ മാനേഴ്സിനെ പറ്റിയിട്ടാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര നിർബന്ധമാണ് ഫുഡ് എല്ലാവരും ഒരുമിച്ച് വേണം കഴിക്കാൻ. തോന്നും പോലെ കഴിക്കാൻ പറ്റില്ല, തോന്നുന്ന സമയത്തും കഴിക്കാൻ പറ്റില്ല. ഫുഡ് റെഡി ആയിട്ട് എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും കൂടെയാണ് കഴിക്കാറ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്യണം. എത്ര പേരെ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമ്മൾ അത്രയും പ്ലേറ്റ്സ് ഒക്കെ വെക്കുക. പിന്നെ ഫോർക്ക്, നൈഫ്, സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കണം. അത് ചുമ്മാ വെക്കാൻ പറ്റത്തില്ല, അറിയാലോ. കറക്റ്റ് ചില പൊസിഷൻ ഉണ്ട് അത് വെക്കുന്നതിൽ, റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ വേണം വെക്കാൻ. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഫുഡെല്ലാം കൊണ്ടുവയ്ക്കുക, പ്ലേറ്റ്സ് വെക്കണം, കറക്റ്റായിട്ട് ഫോർക്ക്, നൈഫ് എല്ലാം വെക്കണം. പിന്നെ ടിഷ്യൂ വയ്ക്കുന്നതിനും മടക്കുന്നതിനൊക്കെ പല രീതികളുണ്ട്. അതുകൊണ്ട് അതും അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം വന്നപ്പോൾ എനിക്കൊന്നും നമ്മൾ ഫോർക്കും സ്പൂണ് പോലും യൂസ് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഞാനിതിപ്പോൾ എല്ലാം പഠിച്ചു. ഞാൻ തന്നെ ടേബിൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ചില സമയത്ത് അവർ ചെയ്യും, ചില സമയത്ത് ഞാൻ ചെയ്യും. ഇപ്പം എല്ലാം പഠിച്ചു. അപ്പം അതും ഇവർക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കൾച്ചർ സൺഡേ ഇവർക്ക് റെസ്റ്റ് ഡേ ആണ്. അന്ന് ഇവരൊന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അന്ന് ഫാമിലി ടൈമാണ് ഇവരുടെ. ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിക്കവരും വീട്ടിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ സൺഡേകളിൽ നമ്മളിതുപോലെ എന്താ പറയുക, ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. വാക്യൂം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും പാടില്ല. അന്ന് റെസ്റ്റ് ഡേ ആണ്. എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് സൺഡേ. അതുകൊണ്ട് സൺഡേ നമ്മൾ ഒച്ചയും ബഹളം ഉണ്ടാക്കുക, ഡപ്പാങ്കുത്ത് പാട്ടിട്ട് കളിക്കുക, അതൊന്നും ഇവിടെ പറ്റില്ല. പിന്നെ അവർക്ക് വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എന്താ പറയുക, ഒരു സ്ഥലം വൃത്തിയായിട്ട് കിടക്കുന്ന അതുപോലെ തന്നെ കിടക്കണം. നമ്മൾ പിന്നെ ബാത്റൂമിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ വെള്ളം കോരി ഒഴിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ബാത്റൂമിൽ എവിടെയും കാണാൻ പോലും പറ്റില്ല. അതൊക്കെ അവർക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുകയാണെങ്കിലും എനിക്കൊന്ന് മിക്കയിടത്തും കോമൺ ബാത്റൂംസ് ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ വെള്ളം കോരി ഒഴിക്കാനൊന്നും പറ്റില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബാത്റൂം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കുവാണെങ്കിൽ തന്നെ വെള്ളം എങ്ങനെ ആവുകയാണെങ്കിൽ ഞാനിതുപോലെ ക്ലീൻ ചെയ്യും. അല്ലാതെ അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല. ഇത് അവർക്ക് ഇഷ്ടമല്ല അതൊന്നും. പിന്നെ വൃത്തിയുടെ കാര്യം നമുക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്ത് വൃത്തികേടായിട്ട് കിടക്കുവാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം. അല്ലാതെ ചുമ്മാ വൃത്തികേടായിട്ട് ഇടാനും പറ്റില്ല. ഇതാണ് ജർമ്മൻ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജർമ്മൻ കൾച്ചേഴ്സ്. എനിക്കറിയുന്ന കുറച്ച് കൾച്ചേഴ്സ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഔട്ട്പേഴ്സിനായിരിക്കും കുറച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് ആവുക. കാരണം അവരാണല്ലോ കൂടുതലും ജർമ്മൻസിൻ്റെ കൂടെ ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.